സദ്ഗിരീക്ഷണം നമ്മുടെ എല്ലാമായ ഗുരുവിനെ പ്രാർത്ഥിക്കുന്നു. അഭിവന്ദ്യ ശിഷ്യപൂജിതയെ പ്രാർത്ഥിക്കുന്നു. വേദിയിലിരിക്കുന്ന സർവാദരണീയൻ സ്വാമി ചൈതന്യ ജ്ഞാനതപസ്വി, പ്രസിഡന്റ് ശാന്തിഗിരി ആശ്രമം, ശ്രീ ചന്ദ്രൻപിള്ള, ഡോക്ടർ ഹേമലത, സദസ്സിലിരിക്കുന്ന സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസി സന്യാസിനിമാർ, ബ്രഹ്മചാരി ബ്രഹ്മചാരിണിമാർ, പ്രിയ ആത്മബന്ധുക്കളെ, സാദരം പ്രണാമം. ആദ്യമായാണ് ഇങ്ങനൊരു വേദിയിൽ എനിക്ക് സംസാരിക്കുവാനുള്ള അവസരം കിട്ടിയത്. അതിൻ്റെ വലിയ ഭാഗ്യമായും ഗുരുവിൻ്റെ സ്നേഹമായും ഗുരുവിൻ്റെ കാരുണ്യമായും കരുതുന്നു. ഞാൻ ആദ്യമായി ശാന്തിഗിരി ആശ്രമത്തിൽ വന്നത് 1997 ഞാൻ SUT വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറിൻ്റെ കല്യാണം ശാന്തിഗിരി ആശ്രമത്തിലായിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടറിൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാനും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന്. അമ്മയും കൂടെയാണ് ശാന്തിഗിരി ആശ്രമത്തിൽ വന്നത്. അപ്പോൾ 1997-98 ആ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ അന്ന് കല്യാണം നടന്നിരുന്നത് നമ്മളെ പ്രാർത്ഥനാലയത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ശാന്തിഗിരി ആശ്രമത്തിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കും കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഗുരു വന്നത്. അപ്പം ഗുരുവിന് അന്ന് ഇച്ചിരി വയ്യായ്കയുണ്ടായിരുന്നു. അപ്പോൾ 2 പേര് കൂടെ വരുന്നുണ്ടായിരുന്നു ഗുരുവിൻ്റെ കൂടെ. അപ്പം ഗുരുവിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഗുരുവിനെ ആദ്യം കണ്ടപ്പോൾ ഇപ്പോഴും കണ്ണടച്ചാൽ എൻ്റെ മനസ്സിൽ വരുന്ന ഗുരുവിൻ്റെ രൂപം എന്ന് വെച്ചാൽ വലിയ മുഖം, വലിയ ഒരു ശരീരം, ആ പ്രാർത്ഥനാലയം നിറഞ്ഞു നിൽക്കുന്നത് പോലെയാണ് അന്ന് കണ്ടത്. കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു വന്നു. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് കിരണിൻ്റെ കല്യാണാലോചന വരുന്നതും കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കിരണുമായി ശാന്തിഗിരി ആശ്രമത്തിലേക്ക് വരുന്നതും. ഇത് കഴിഞ്ഞ് ഞാൻ ഗോകുലത്തിൽ ജോയിൻ ചെയ്യുന്നു. ഗോകുലത്തിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ഈ പലരും അവിടെ അഡ്മിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആശ്രമ വിശ്വാസികളുടെ അനുഭവം പലരും പറയുന്നു. ഗുരുവിൻ്റെ സ്നേഹത്തിനെ കുറിച്ച് പറയുന്നു. ഗുരുവിൻ്റെ പല പല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവർ പറഞ്ഞത് വെച്ചിട്ടാണ് ആദ്യം എനിക്ക് ഒരു ഗുരുവിനെ പറ്റി പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ പറ്റിയത്. അതിൽ ഞാനൊരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പേഷ്യൻ്റാണ്, 10 പേര് പറയുന്നില്ല, 10 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രഗ്നൻ്റ് ആയത്. അപ്പം ഡെലിവറിക്ക് വേണ്ടിയാണ് ഗോകുലത്തിൽ വരുന്നത്. അപ്പം ഡെലിവറിയും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കുട്ടി പ്രീ ടേം ആയിരുന്നു, പിന്നെ മാസം തികയാതെ ജനിച്ചതായിരുന്നു, പ്രീ ടേം ആയിരുന്നു. അപ്പം ആദ്യം ICUവിലായിരുന്നു, നിയോനേറ്റൽ ICUവിലായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസത്തോളം പിന്നെ അവർ ഹോസ്പിറ്റലിലായിരുന്നു. വീട്ടിൽ നിന്ന് അങ്ങനെ ആരും വരാനില്ലാത്തത് കൊണ്ട് ഇവർ തന്നെയായിരുന്നു കുഞ്ഞിനെ നോക്കുന്നതും. നമുക്കറിയാം ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പൊതുവേ ഇച്ചിരി ക്ഷീണം കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ അതൊന്നും വക വയ്ക്കാതെ ഈ കുഞ്ഞിനെ കുഞ്ഞും തീരെ കൊച്ചായിരുന്നു, ജസ്റ്റ് സ്കിന്നും ബോൺസും ആയിരുന്നു, മസിലൊക്കെ ഇച്ചിരി കുറവായിരുന്നു, പ്രീ ടേം ആയതുകൊണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര ധൈര്യത്തോടെയാണ് കുഞ്ഞിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ആദ്യമൊന്നും ഇതായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും സമാധാനമായിട്ടിരിക്കുന്നത്, ഒരു ടെൻഷനും ഒന്നും തോന്നുന്നില്ലല്ലോ എന്നുള്ളത്. അവസാനം ഡിസ്ചാർജ് ആവുന്ന ആ സമയം അടുപ്പിച്ച് കുഞ്ഞിനൊക്കെ ഓക്കെ ആയി ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ചോദിച്ചു. അപ്പോഴത്തേക്കും അവരൊരു ടെൻഷൻ്റെ കാര്യമല്ല ഡോക്ടറെ, ഇതിപ്പം ഗുരു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും, ഈ ജന്മത്തിൽ ഇല്ലെങ്കിൽ വരും ജന്മത്തിൽ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളെ ജീവിതത്തിൽ ഒരു ഘട്ടം വരും. ആ ഘട്ടത്തിൽ നമ്മൾ ഗുരുവിനെ മുറുകെ പിടിക്കണം. ഇപ്പം അല്ലാതെ ആ സമയത്ത് നമ്മൾ ഇത്രയും വിശ്വാസമായിട്ട് ഞങ്ങൾ നടന്നല്ലോ എന്നും വരുന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോ എന്നാലോചിച്ച് പലരും ഗുരുവിനെ തള്ളിപ്പറയും. പക്ഷേ അങ്ങനെ തള്ളിപ്പറയാതെ നമ്മൾ ആ സമയത്ത് വേണം നമ്മൾ വിശ്വാസം മുറുകെ പിടിക്കേണ്ടത്. പിന്നെ ഗുരുവിൻ്റെ അടുത്തുള്ള വിശ്വാസം എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ മാറും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തീരെ ഇല്ലാതാകും എന്നുള്ളതല്ല. ആ വിശ്വാസത്തിൽ കൂടെ പോകുമ്പം നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഗുരുവിനെ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ തള്ളിപ്പറയരുത് എന്നുള്ള ഗുരുവിൻ്റെ വാക്ക് ഞാൻ ഓർത്തിട്ടാണ് ഇങ്ങനെ പോയത്. അല്ലാതെ ടെൻഷനോ സമാധാനത്തിൻ്റെയോ കാര്യമല്ല. ഇവിടെ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള പറഞ്ഞ ഒരു വലിയൊരു പാഠം ആദ്യം ആ വിശ്വാസിയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. എപ്പോഴും എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ അത് ആദ്യ സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഉള്ള ഒരു വലിയ അനുഭവമായിട്ട്, ഒരു വലിയ പാഠമായിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കും. ഇപ്പം കുഞ്ഞ് നല്ല ഓക്കെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10 വയസ്സെന്തോ ആയി കുട്ടിക്ക്. അപ്പം ഓക്കെ ആയിട്ടിരിക്കുന്നു. രണ്ടാമത് ഞാൻ എൻ്റെ ഒരു അനുഭവം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു.
ഞാനിപ്പം ജീവിച്ച് ഇരിക്കുന്നെങ്കിൽ, എൻ്റെ മോളും വന്നിട്ടുണ്ട്, ഞാനും മോളും ജീവിച്ചിരിക്കുന്നെങ്കിൽ അതിവിടെ ശിശുപൂജിതയുടെ ഒരു വാക്കുകൊണ്ട് മാത്രമാണ്. ഇപ്പം രണ്ടാമത് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും ഒരു 8 months വരെ എനിക്കൊരു കോംപ്ലിക്കേഷനും ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നോർമലായിട്ട് ഡ്യൂട്ടിയൊക്കെ എടുക്കുന്നു. അപ്പോൾ ഒരു 8th month കഴിഞ്ഞപ്പോഴത്തേക്കും കിരണിൻ്റെ അടുത്ത് ഡേറ്റ് മാർച്ച് 15 മോളുടെ പ്രസവം. അപ്പോൾ ഒരു ഫെബ്രുവരി എൻഡൊക്കെ ആയപ്പോഴത്തേക്കും ജെന്നി കിരണിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ ഫെബ്രുവരി കഴിയരുത്, ഇപ്പം ഡെലിവറി ഡോക്ടറിൻ്റെ അടുത്ത് ഇത്രയും പെട്ടെന്നാക്കാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പം കിരൺ ഹോസ്പിറ്റലിലേക്ക് പോയി, പിന്നെ ഡോക്ടറെ അടുത്ത് സംസാരിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, അതെന്തിനാ, ഒരു കോംപ്ലിക്കേഷനും ഇല്ലല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ല, 9th month വരെ നമുക്ക് മാർച്ച് 15 വരെ പോകാമല്ലോ, അത് പറ്റത്തില്ല എന്നുള്ള രീതിക്ക് ആദ്യം ഡോക്ടർ കിരണിൻ്റെ അടുത്ത് ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അത് കിരൺ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ശിശുപൂജിതയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പം ശിശുപൂജിത തിരിച്ച് അല്പം ഒന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു, എന്തൊക്കെ തന്നെയാണെങ്കിലും മാർച്ച് 1 കഴിയരുത് എന്ന് പറഞ്ഞു. ഇത് കിരൺ തിരിച്ച് വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, മാർച്ച് 1 ചെയ്യാൻ പറ്റുമോ, അത് കഴിഞ്ഞ് നമുക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് കിട്ടിയ ഒരു അറിയിപ്പായിട്ടാണ്, അപ്പം ഞങ്ങൾക്ക് ഏതായാലും മാർച്ച് 1 ചെയ്തേ പറ്റൂ. അപ്പോൾ ആ ഹോസ്പിറ്റലും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ തന്നെയായിരുന്നു, ഗൈനക്കോളജിസ്റ്റിനെ എനിക്ക് നല്ലപോലെ അറിയുന്നതായിരുന്നു. അപ്പം മാഡം പറഞ്ഞു, ഓക്കെ ശരി, എന്നാൽ പിന്നെ മാർച്ച് 1 തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മാർച്ച് 1 സിസേറിയൻ ചെയ്തു. അപ്പം മോളെ ഉടനെ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചു. പക്ഷേ ഒരു 2-3 മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് മാത്രമാണ് ഇങ്ങോട്ട് കാണിച്ചത്. പിന്നെ മാഡം വന്ന് കിരണിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം കിരണിൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര അത്ഭുതമായിപ്പോയി, നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, നിങ്ങളുടെ അടുത്ത് ആരാണോ അത് പറഞ്ഞത് അത് ഭയങ്കര അച്ചട്ടായിട്ട് നടന്നു. കാരണം ഇച്ചിരിയും കൂടെ കഴിയുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് സ്കാൻ ചെയ്യുന്നു, എല്ലാം നമ്മൾ ടെസ്റ്റുകൾ ബാക്കി എല്ലാ കാര്യങ്ങളൊന്നിനും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ നോക്കിയപ്പം ഓപ്പറേറ്റ് ചെയ്തപ്പോഴത്തേക്കും യൂട്രസ് ഒരു സ്ഥലത്ത് ഭയങ്കര തിന്നായിരുന്നു. അപ്പോൾ ഇച്ചിരിയും കൂടെ നമ്മൾ ഡിലേ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ യൂട്രസ് റപ്ചറായേനെ, കുഞ്ഞിൻ്റെയും അമ്മയുടെയും കണ്ടീഷൻ ക്രിട്ടിക്കലായേനെ. ഇത് സംഭവിച്ചതിന് ഒരു 2 ആഴ്ച മുമ്പെയാണ് പേപ്പറിൽ റിപ്പോർട്ടുണ്ടായിരുന്നു, ഒരു അമ്മയും കുഞ്ഞും മരിച്ചു യൂട്രസ് റപ്ചറായിട്ട്. അപ്പോൾ നമ്മൾ സയൻസ്, ലോജിക്ക്, ബാക്കി എന്തൊക്കെ നമ്മൾ ആലോചിച്ച് ഈ ടെസ്റ്റുകൾ തന്നെയാണെങ്കിലും എന്തൊക്കെ നോക്കിയാലും ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ വന്ന് നമ്മൾ 5 സെൻസസിൽ നോക്കുന്ന അതിനപ്പുറം ഉള്ള ഒരു സംഗതിയാണെന്നുള്ള ഒരു ഭയങ്കര അനുഭവമാണ് അതിൽ കൂടെ കിട്ടിയത്. അപ്പോൾ അതിനുശേഷം എൻ്റെ ആദ്യം അമ്മയെതിരായിരുന്നു നേരത്തെ ചെയ്യുന്നതിന്. പിന്നെയാണ് അമ്മ പറഞ്ഞത്, പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മ പറയും, ശിശുപൂജിതയുടെ അടുത്ത് ചോദിച്ചിട്ട് അവിടുന്ന് എന്ത് വാക്കാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ള അമ്മ. ഇപ്പം അമ്മയും ആ ഒരു അനുഭവത്തിൽ കൂടെ പോയപ്പോഴത്തേക്കും പറഞ്ഞതാണ്. ഇനി ഞാനെൻ്റെ ഗുരുവിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഗുരുവേ, ശിശുപൂജിതയുടെ കൂടെ ഇടയ്ക്ക് എല്ലാവർക്കും അറിയാം, ജെന്നി ഇടയ്ക്ക് നമ്മൾ ഉദ്യാനത്തിൽ ഗാർഡനിലേക്ക് നടക്കാൻ പോകും. അപ്പം ഒരു ദിവസം ഇങ്ങനെ ജെന്നിമാരും കൂടെയുണ്ട്, അപ്പം ഞാനും കൂടെയുണ്ട്. നമ്മളിങ്ങനെ നടന്ന് ഉദ്യാനത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് ജെന്നി ഒരു ബെഞ്ചിലിങ്ങനെ ഇരുന്നു. അപ്പോൾ സാധാരണ ജെന്നി ഇങ്ങനെ ആയിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ അന്ന് ബെഞ്ചിലിങ്ങനെ കൈ വെച്ചിട്ടാണ് ഇങ്ങനെ ഇരുന്നത്. അപ്പം ജെന്നിവനെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നടന്നു. അത് കഴിഞ്ഞ് പോകാനായിട്ട് വന്നപ്പോഴത്തേക്കും ജെന്നിവനെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പോയി. പിന്നെ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഗുരുവിൻ്റെ ആ ഒരു മുഖം തിരിച്ച് ഈ ശിശുപൂജിതയുടെ മുഖത്തേക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ ആ മുഖം തന്നെ അതേ വലിപ്പത്തോടെ ഞാൻ അന്ന് പറഞ്ഞ 1997 ഞാൻ ഗുരുവിൻ്റെ മുഖം എങ്ങനെ കണ്ടോ ആ രീതിയിലുള്ള മുഖമാണ് ശിശുപൂജിതയുടെ മുഖത്തിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ വന്ന് ശിശുപൂജിത ഒന്ന് ചിരിച്ചത് ഗുരുവിൻ്റെ മുഖമാണ് ചിരിക്കുന്നത്. അത് കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോഴത്തേക്കും ശിശുപൂജിത പെട്ടെന്ന് കണ്ണിങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ ഇറക്കി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും, അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ശിശുപൂജിതയുടെ മുഖം. അപ്പോൾ അതിൽ നിന്നൊന്ന് ഞാൻ പെട്ടെന്നാണ് അതുവരെ ഗുരു ശിശുപൂജിത അങ്ങനെ 2ആയിട്ടാണ് ആ ഗുരുവിനെ പലരും ഞാൻ പറഞ്ഞ മാതിരി അനുഭവങ്ങളും ആ ഗുരുവിൻ്റെ അനുഭവം ശിശുപൂജിതയുടെ അനുഭവം അങ്ങനെയുള്ള രീതിക്കായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുരുവും ശിശുപൂജിതയും ഒന്നാണ് എന്നുള്ള ഒരു അനുഭവം കിട്ടിയത് അന്നാണ്. അതിനുശേഷം എനിക്കെപ്പോഴും മുഖത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഗുരുവിൻ്റെ ചിരിയാണ് എപ്പോഴും ശിശുപൂജിതയെ കാണുമ്പോഴത്തേക്കും എനിക്ക് കാണുന്നത്. രണ്ടാമത്തെ ഒരനുഭവം ശിശുപൂജിതയുടെ കൂടെ ഉണ്ടായിരുന്നത്, നമ്മളെല്ലാവരും വിഷമിച്ച ഒരു കാലഘട്ടമാണ് കോവിഡ്.
അപ്പോൾ ആ സമയത്ത് ശിശുവിധിക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പം അതൊരു വല്ലാത്ത സമയമായിരുന്നു. പെട്ടെന്ന് ഇച്ചിരി ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ടാണ് നമ്മൾ ജന്നിമാരുണ്ടായിരുന്നു, സ്വാമിമാരുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എമർജൻസി അകത്തിരിക്കുകയാണ്. ശിശുവിധ കിടക്കുന്നു, ജന്നിമാരൊക്കെ നിൽക്കുന്നു, ഞാനും ഉണ്ട്. അപ്പം ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് ചില ചോദ്യങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. അതിന് ഡോക്ടർ അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ശിശുവിധയുടെ കിടക്കുന്ന ബെഡിൽ നോക്കിയപ്പം ശിശുവിധയെ കാണുന്നില്ല. അവിടെ ഞാൻ കണ്ടതൊരു വെളിച്ചമായിട്ടൊരു വലിയ ഒരു ഗോളം പോലെ ഒരു സംഗതിയാണ് ആ ബെഡിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അത് മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു വൈറ്റായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് പോലെ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ത് സംഭവിക്കുന്നു എന്നുള്ള മനസ്സിലായില്ല. അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ ചോദിക്കുന്നു, ഞാനൊന്ന് പറയുന്നു, പക്ഷെ കാണുന്നത് മൊത്തം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരാണിത്, എന്താണിത് എന്നുള്ള ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞിട്ടത് കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിലേക്ക് അഡ്മിറ്റ് ചെയ്തു. ഞാൻ ഇപ്പുറത്തെ റൂമിലായിരുന്നു, പിന്നെ ജന്നിമാരുടെ കൂടെ ഇപ്പുറത്തെ റൂമിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചും പെട്ടെന്നൊരു അനുഭവം ഉണ്ടായി. അതേ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു വലിയ താമരയായിട്ട് മേളിലോട്ട്, വലിയ താമര എന്ന് വെച്ചാൽ വലിയ താമര ഇങ്ങനെ മേളിലിങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അതിൻ്റെ ഇതളുകളൊന്നും നമുക്ക് എണ്ണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഇതളുകൾ. എന്നിട്ട് അതിൻ്റെ താഴെ കൂടെ വെളുത്ത റിബൺ പോലെ ഇങ്ങനെ അങ്ങോട്ട് ഫ്ലോട്ട് ചെയ്തിങ്ങനെ നിൽക്കുന്നു. അതിന് ഭയങ്കര ഒരു പ്രകാശം, മേളിലോട്ടും പ്രകാശം താഴോട്ടും പ്രകാശമായിട്ട് വരുന്നു. നല്ല വെളുത്ത മറ്റേ നല്ല ഗോളം കണ്ടതുപോലെ തന്നെ അതേ സോഫ്റ്റ്നെസ്സോടെ അതേ വലിപ്പത്തോടെ മേളിൽ നിൽക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് പിന്നെ ഞാൻ കാണുന്ന കുറേ സ്റ്റാർസിനെ കാണുന്നു. നമ്മൾ ഗാലക്സീസ് നമ്മളെല്ലാം പറയുന്നത് കുറേ സംഗതികൾ, വെളിച്ചമുള്ള കുറേ സംഗതികൾ. പക്ഷെ ആ വെളിച്ചത്തിൻ്റെ മുമ്പേ ഇതൊന്നും ഒന്നും കണ്ടിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ താഴെ നമ്മളെ എല്ലാവരെയും കണ്ടു. എനിക്ക് പരിചയമുള്ളവരും ആശ്രമത്തിലാണെങ്കിലും എനിക്ക് പരിചയം എല്ലാവരും നമ്മുടെ താഴെ നിൽക്കുന്നു. ഇതൊരു വലിയ ഒരിതായിട്ടപ്പം പിന്നെ എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ള മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശിശുവിധയെ കാണാൻ അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ തന്നെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഈ കണ്ട കാര്യം പറഞ്ഞു. അപ്പം ശിശുവിധ പ്രാർത്ഥിച്ചു. ശിശുവിധയുടെ മുഖത്ത് വീണ്ടും ഗുരുവിൻ്റെ ആ മുഖം, ആ ഒരു വലിപ്പം വരുന്നത് കണ്ടു. ജെന്നിയുടെ കണ്ണിലൂടെ ആ സ്നേഹം കണ്ടു. ജെന്നി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞ്, ഇത് കണ്ടത് നല്ലതാണ്, നമ്മളെ പരമ്പരയ്ക്കും നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് കാരണം നമ്മൾ എന്ന് ശിശുവിധയെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വീട് ഇവിടെ ആശ്രമത്തിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ എന്നും കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഫെമിലിയാരിറ്റി വരും, ഒരു ലഘുത്വം നമുക്ക് വരും. ഒരു പേഴ്സണായിട്ട് ചിലപ്പോൾ നമ്മളെ കാണാൻ അങ്ങനെ ആയിരിക്കും കാണുന്നത്. പക്ഷെ ആരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഗുരു കോവിഡ് സമയത്ത് എല്ലാവരും, കാരണം കോവിഡ് സമയത്ത് ശിശുവിധയ്ക്ക് കോവിഡ് വന്നോ എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരീരത്തിന് മാത്രമാണ്. അപ്പോൾ ഇവിടെ ആരാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ ഒന്ന് മനസ്സിലാക്കാൻ തന്ന ഒരു അവസരമായിട്ടത് തോന്നി. അപ്പം ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് കാണാനും ഇങ്ങനെ പറയുവാനും പറ്റിയതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഉള്ളത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഫംഗ്ഷന് വന്നപ്പോഴത്തേക്കും ഒരുപാട് കുട്ടികൾ പൂജ്യത്വത്തിനാന്ന് തോന്നുന്നു. അപ്പോൾ കുറേ കുട്ടികളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ അനുഭവങ്ങളും ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര ധൈര്യത്തോടെ, ഒരു ഡൗട്ടും ഇല്ലാതെ. ഒരുപക്ഷെ ഞാനൊക്കെ നമ്മൾ പറയുന്നതിനെക്കാട്ടിയും ഒരുപാട് ഭംഗിയായിട്ട് ഒരുപാട് സ്നേഹമായിട്ട് ഗുരുവിനെ പറ്റി സംസാരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. അത് അവരുടെ കയ്യിൽ നിന്ന് ശരിക്കും നമ്മൾ കണ്ട് പഠിക്കണം. ധൈര്യമായിട്ട് ഒരിതുമില്ലാതെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മാത്രമല്ല നമ്മളുടെ പരമ്പരയിലുള്ള ഒരുപാട് പേർക്കും ഞാനിപ്പം പറഞ്ഞതുപോലെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ടെന്നുള്ളതറിയാം. പക്ഷെ നമ്മളെ പരമ്പരയിൽ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും ഗുരുവിൽ സ്നേഹവും വിശ്വാസവും വരുവാനുള്ള ഭാഗ്യം, ഗുരുകാരുണ്യം ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുശരണം.